ഹലോ. മിക്സിയിൽ അരി അരച്ച് വെച്ച് വെറും 2 മണിക്കൂർ കൊണ്ട് തന്നെ പതഞ്ഞു പൊങ്ങി വന്ന മാവ് കൊണ്ട് നമുക്ക് ദോശ ചുടാം. അപ്പോൾ ഇതിനകത്ത് ഉഴുന്നിൻ്റെ അളവ് കുറച്ചിട്ട് അതിന് പകരം വേറെ 2 ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നത്. എന്താണെന്ന് കാണാം. 1.5 കപ്പ് പച്ചരി ഒരു സ്റ്റീൽ പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു പൊട്ടുന്ന ഒരു കണ്ണാടി ബൗളിലോട്ട് ഇടുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവായും ഇത് രണ്ടും കൊണ്ട് ചേർത്ത് നല്ലതുപോലെ 3-4 വെള്ളത്തിൽ കഴുകി വെള്ളം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് മാറ്റി വെക്കണം. ഇതിലേക്ക് 1/2 കപ്പ് ചോറ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 250 ml 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ മതിയാകും. അരി, ഉഴുന്ന്, ഉലുവ നല്ലതുപോലെ കഴുകി വെള്ളം മുഴുവനും വാർത്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. 1 ഗ്ലാസ് വെള്ളം, 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം, ഇത്രയും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു മിനിമം 4 മണിക്കൂർ ഇത് കുതിരാനായിട്ട് വെക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി പരാപരം വെള്ളം നിൽക്കും, അത്രയേ ഉള്ളൂ, അത് മതി. ഇതാണ് നമ്മൾ മിക്സിയിൽ അരച്ച് അടച്ച് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് 2 മണിക്കൂറിനകം മാവ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വരും. അതുകൊണ്ട് ഒരുപാട് പുളിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയുടെ വനിതാ മാസികയിൽ വന്നൊരു റെസിപ്പിയാണ്. അതൊന്ന് പൊടി തട്ടിക്കുളഞ്ഞെടുത്ത് ഞാനിത് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ധാരാളം പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ചേരുവകൾ മിക്സ് ചെയ്യുമ്പോൾ ഏറെക്കുറെ അളവുകൾ കറക്റ്റായിട്ടിരിക്കണം. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. ഒരുവിധം കൊഴുത്തിരിക്കും, കുഴപ്പമില്ല. അത് 2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് മാവ് പൊങ്ങി വരും. അത് ഉഴുന്നിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മളൊരല്പം ഈസ്റ്റും പഞ്ചസാരയും കൂടെ ചേർക്കുന്നേ ഉള്ളൂ. അത് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും തന്നെ കൂടുതലായിട്ട് വരത്തില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേ മാവ് പൊങ്ങാൻ തുടങ്ങും. 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതെല്ലാം കറികളും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. പലർക്കും ഇതറിയാം. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടത്തെ ഫുഡിന് ഒക്കെ നമുക്കിത് ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കാം. തേനോ ശർക്കര, പഞ്ചസാര ഇതൊക്കെ കൂട്ടി തന്നെ പെട്ടെന്ന് നമുക്ക് കഴിക്കാം. താങ്ക് യു.